വെള്ളാപ്പള്ളിക്ക് അപ്രതീക്ഷിത തിരിച്ചടി. ജനറൽ സെക്രട്ടറി സ്ഥാനം നഷ്ടമാകും. വെള്ളാപ്പള്ളിക്കും ഭരണസമിതിക്കുമെതിരെ ഹൈക്കോടതിയുടെ സവിശേഷ ഉത്തരവ്. ഭരണസമിതി ഗുരുതര വീഴ്ചകൾ വരുത്തിയെന്ന് കോടതി. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ഇരുട്ടടി. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളിയെ നീക്കിക്കൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഉത്തരവാണ് വെള്ളാപ്പള്ളിക്ക് തിരിച്ചടിയായത്. മകൻ തുഷാർ വെള്ളാപ്പള്ളി അടക്കമുള്ള മുഴുവൻ ഭാരവാഹികളെയും ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് ഹൈക്കോടതി നീക്കം ചെയ്തിട്ടുണ്ട്. ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളിക്ക് പുറമെ പ്രസിഡന്റ് MN സോമൻ, വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി എന്നിവരെയും ഹൈക്കോടതി നിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ട്. ഇതോടെ പതിറ്റാണ്ടുകളായി കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാനമാനങ്ങളാണ് വെള്ളാപ്പള്ളിക്കും വിശ്വസ്തർക്കും ഇപ്പോൾ നഷ്ടമായത്. കമ്പനി നിയമങ്ങൾ ആസൂത്രിതമായി ലംഘിച്ചതിനാൽ പുതിയ ഡയറക്ടർ ബോർഡിനെ ഉടൻ നിയമിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. 2013 മുതൽ തുടർച്ചയായി 3 വർഷം വാർഷിക കണക്കുകളും റിട്ടേണുകളും സമർപ്പിക്കുന്നതിൽ നിലവിലെ ഭരണസമിതി ഗുരുതര വീഴ്ചകൾ വരുത്തിയെന്നും ഇത് കമ്പനി നിയമങ്ങളുടെ ഗുരുതര ലംഘനമാണെന്നും കോടതി കണ്ടെത്തി. ഇത് സംബന്ധിച്ച് രജിസ്ട്രേഷൻ വകുപ്പ് നൽകിയ റിപ്പോർട്ട് കേസന്വേഷണത്തിൽ ഏറെ നിർണായകമായി മാറി. SNDP യോഗത്തിന്റെ പ്രവർത്തനങ്ങൾ കമ്പനികാര്യ വകുപ്പുമായി ബന്ധപ്പെട്ടാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്നാൽ കമ്പനികാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളോ അനുബന്ധ രേഖകളോ ഇല്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഇതാണ് കമ്പനി നിയമങ്ങൾ ലംഘിച്ചുവെന്ന കണ്ടെത്തലിലേക്ക് നീതിപീഠത്തെ എത്തിച്ചത്. പുതിയ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കണ്ടെത്തി നിയമാനുസൃതമായി തെരഞ്ഞെടുപ്പുകൾ നടത്തണമെന്ന് ജസ്റ്റിസ് CT രവിയുടെ ബെഞ്ച് ഉത്തരവിട്ടിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന പ്രവർത്തനങ്ങളിൽ സുതാര്യത നഷ്ടമാവുകയാണെന്നും അത് SNDP യോഗത്തിന്റെ വിശ്വാസ്യതയെ തന്നെ തകർത്തുകൊണ്ടിരിക്കുകയുമാണെന്ന വിധത്തിൽ ഒട്ടേറെ പരാതികളാണ് ഇതിനു മുൻപേ വരുന്നത്. ഇതിനെ തുടർന്നാണ് പ്രൊഫസർ MK സാനു അടക്കമുള്ളവർ ഒപ്പിട്ട ഹർജി കോടതിക്ക് സമർപ്പിച്ചത്. സംഘടനയിൽ നടക്കുന്നത് വെള്ളാപ്പള്ളിയുടെ ഏകാധിപത്യമാണെന്ന് കൃത്യമായ കണക്കുകൾ നേതൃത്വത്തെ ധരിപ്പിക്കുന്നില്ലെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്മേലാണ് നീതിപീഠം ഇപ്പോൾ സവിശേഷ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇടതുപക്ഷ മുന്നണിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും പിന്തുണയേകുന്ന വിധത്തിൽ രംഗത്ത് വന്നിട്ടുള്ള വെള്ളാപ്പള്ളി നടേശന്റെ പല പ്രവർത്തനങ്ങളോടും ഇടതുപക്ഷ ആഭിമുഖ്യമുള്ളവർക്ക് കടുത്ത വിയോജിപ്പാണുള്ളത്. മലപ്പുറം ജില്ലയെക്കുറിച്ചും മുസ്ലിങ്ങളെക്കുറിച്ചുമുള്ള വെള്ളാപ്പള്ളിയുടെ വിഷലിപ്ത പ്രതികരണങ്ങൾ ഇടത് കേന്ദ്രങ്ങളിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ശബരിമലയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രിക്കൊപ്പം ഔദ്യോഗിക കാറിൽ വെള്ളാപ്പള്ളി നടേശൻ സഞ്ചരിച്ചതും ഏറെ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. ഇതിനെതിരെ ഇടതു ക്യാമ്പുകളിൽ നിന്ന് പോലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നിട്ടും അതിനെയെല്ലാം തള്ളി വെള്ളാപ്പള്ളിയെ പരസ്യമായി ന്യായീകരിക്കുന്ന സമീപനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സ്വീകരിച്ചത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഹൈക്കോടതി തന്നെ വ്യാപക ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും നിരീക്ഷിച്ചതോടെ തള്ളാനും കൊള്ളാനുമാകാത്ത അവസ്ഥയിലാണ് CPM നേതൃത്വം ഇപ്പോൾ. തെരഞ്ഞെടുപ്പിന് തൊട്ടരികിലെത്തി നിൽക്കുമ്പോൾ SNDP യോഗത്തെ തള്ളിപ്പറഞ്ഞാൽ തിരിച്ചടിയാകുമെന്ന ഭീതി CPM നേതൃത്വത്തിനുണ്ട്. അതേസമയം മുസ്ലിം വിരുദ്ധ വാദഗതികൾ നിരന്തരം ഉയർത്തുന്ന വെള്ളാപ്പള്ളിയെ സംരക്ഷിച്ചാൽ ന്യൂനപക്ഷ മേഖലയുടെ പിന്തുണ നഷ്ടമാകുമോ എന്ന ഭീതിയും ഇടത് കേന്ദ്രങ്ങൾക്കുണ്ട്. ഹൈക്കോടതി നടത്തിയ ഈ സുപ്രധാന നിരീക്ഷണം ഏറെ ശ്രദ്ധേയമാകുന്നത് ഈ സാഹചര്യത്തിലാണ്. എന്തു തന്നെയായാലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ വെള്ളാപ്പള്ളി നടേശനും നിലവിലുള്ള SNDP യോഗം ഭരണസമിതിക്കും എതിരായ കോടതി നിരീക്ഷണത്തിന് അതിശക്തമായ രാഷ്ട്രീയ പ്രാധാന്യമാണുള്ളത്. ഈ നീക്കം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ തന്നെ അതിശക്തമായി ബാധിക്കുമെന്നും രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു.